എറണാകുളത്ത് നടക്കുന്ന ആഗോള നിക്ഷേപ കേരള സമ്മിറ്റിൽ ശ്രദ്ധേയമായി വിയറ്റ്നാമീസ് സ്റ്റാൾ. തനത് വിയറ്റ്നാമീസ് രുചിക്കൂട്ടുകളും വിഭവങ്ങളുമാണ് ഇവർ കേരളക്കരയെ പരിചയപ്പെടുത്തിയത്. ഗ്ലോബൽ നിക്ഷേപ കേരള സമ്മിറ്റിന്റെ ഭാഗമായി രാജ്യത്തിന് അകത്തും പുറത്തുനിന്നുമുള്ള നിരവധി സ്റ്റാളുകളാണ് ഗ്രാൻഡ് ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത്. അതിൽ തന്നെ കാഴ്ചക്കാർക്ക് കൗതുകകരവും വ്യത്യസ്തവുമായ ഒരു അനുഭവമായി മാറി ഈ വിയറ്റ്നാമീസ് സ്റ്റാൾ. ആക്ച്വലി നമ്മളിത് ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഒത്തൻറ്റിക് ഫുഡ് ആയിരിക്കാം. ബട്ട് ഇറ്റ്സ് ഗുഡ്. എന്താ പറയുക, ഭയങ്കര റോ ടേസ്റ്റാണ്. അവരുടെ വെജീസ് ആയാലും നമ്മൾ സാധാ കഴിക്കുമ്പോൾ പിന്നെ ആ ഒരു ഡിപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താ പറയുക കേരളീയൻസിന് കഴിക്കാം. അത്രേ ഉള്ളൂ. ട്രൈ ചെയ്തിരുന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ആയിരുന്നു. പിന്നെ ഒരു റോ ടേസ്റ്റ്, വേറെ ഒന്നുമില്ല. ആ സോസിൻ്റെ ഫ്ലേവറുള്ള മാത്രം അറിയുന്നത്. ബാക്കി ഒരു വെജിറ്റബിൾസിൻ്റെ ഒരു ടേസ്റ്റാണ്. കേരളത്തിലെ രുചിക്കൂട്ടുകളിൽ നിന്ന് വ്യത്യസ്തവും വൈവിധ്യവുമാണ് വിയറ്റ്നാമീസ് വിഭവങ്ങൾ. വിയറ്റ്നാമീസ് ചായയാണ് സ്റ്റാളിലെ താരം. പാകം ചെയ്യുന്ന രീതിയും രുചിയിലെ വൈവിധ്യവും കാരണം ഈ ചായയ്ക്ക് ആരാധകരേറെയാണ്. ചായ കുടിക്കുന്നതിലും വിയറ്റ്നാമീസുകാർക്ക് പ്രത്യേകം രീതിയുണ്ട്. Yeah, this tea is very nice. I just first time trying, and I think that is very good. തങ്ങളുടെ നാട്ടിലെ ചരിത്രവും കലയും വിഭവങ്ങളും ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ഇവർ. വിയറ്റ്നാമിലെ വ്യവസായിക വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംഘം ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയത്. കേരളത്തിൽ കൂടുതൽ നിക്ഷേപങ്ങളും തങ്ങളുടെ വ്യവസായം വിപുലീകരിക്കാനുമാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.